ഹായ് ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുപ്പിയുടെ ഉള്ളിൽ ഒരു ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാനായിട്ട് പോവാണ്. അതിനായിട്ടൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിലുള്ളത് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ട്. ഞാനത് ഈ കുപ്പിയുടെ പുറത്തൊന്ന് വെച്ച് നോക്കുകയാണ്. കാരണം നമ്മുടെ കുപ്പിയുടെ ഉള്ളിൽ ഒതുങ്ങുന്ന സൈസിലുള്ളത് നമുക്ക് വേണം. അപ്പോൾ ഇത് ഓക്കെയാണ് വെച്ച് നോക്കിയപ്പോൾ. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഇങ്ങനെ റിങ് എന്തെങ്കിലും എടുക്കുമ്പോൾ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ ഒരു സംഭവം ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊരു ചെറിയ പാത്രത്തിൻ്റെ അടപ്പാണ്. അതിൻ്റെ വാഷറായിട്ടുള്ളതാണ് ഞാനിവിടെ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതാണെങ്കിൽ നല്ല ഫ്ലെക്സിബിളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ്. പിന്നെ ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ നോക്കുക, ഏതെങ്കിലും അടപ്പുകളോ എന്തെങ്കിലും ഉണ്ടാവും ഇതുപോലെ നന്നായിട്ട് മടക്കാനും തിരിക്കാനൊക്കെ പറ്റണത്. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അതിൽ നിന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താലും മതി. ഞാനപ്പോൾ ഇതാണ് എടുക്കണത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു എംബ്രോയ്ഡറി ത്രെഡാണ്. ഇതിന് പകരം നമുക്ക് വുളൻ ത്രെഡില്ലേ, കമ്പിളി നൂല്, അതുണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാം. എന്നിട്ട് ഈ നൂല് വെച്ചിട്ട് ഈ റിങ്ങിൽ നമ്മൾ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക. ഞാനിവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കെട്ടിക്കൊടുത്താലും മതി. എന്നിട്ട് ഈ റിങ്ങിൻ്റെ ചുറ്റും ഈ ത്രെഡ് വെച്ചിട്ട് നന്നായിട്ട് ചുറ്റി കൊടുക്കുക. ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല വൃത്തിയായിട്ട് ഇതിൽ ചുറ്റി കൊടുക്കുക. നമ്മുടെ ഡ്രീം ക്യാച്ചറിന് ഭംഗി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ചുറ്റി കൊടുക്കുക. എന്നിട്ട് അവസാനം വരുന്ന ഭാഗത്ത് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ കെട്ടിട്ട് കൊടുക്കുകയോ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ നെറ്റ് പോലെ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. മാർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ഏകദേശം ഒരേ അകലം നമ്മൾ കീപ്പ് ചെയ്തിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ മേലെയും താഴെയും അതുപോലെ രണ്ട് സൈഡിലും പിന്നെ അതിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്പേസിലും നടുക്കിലായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തുല്യം അകലത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നൂലിൻ്റെ മറ്റേ അറ്റത്ത് സൂചി കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പിടിച്ച് താഴേന്ന് മുകളിൽ കൂടെ എടുത്ത് ഉള്ളിൽ കൂടെ സൂചി കടത്തി നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ കൊണ്ടുവച്ച് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. നല്ല ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കുക. അപ്പോൾ അതവിടെ ലോക്കായിട്ടിരുന്നോളും. വീണ്ടും കാണിച്ചു തരാം കേട്ടോ ഒന്നുകൂടി. ഇതുപോലെ താഴേന്ന് ഇങ്ങനെ മുകളിൽ കൂടെ എടുത്ത് സൂചി ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കുക. ആ സമയത്ത് നമ്മളുടെ നൂല് മാർക്ക് ചെയ്ത പോയിന്റില്ലേ അവിടെ കൊണ്ടുവച്ചിട്ട് വേണം ഇത് ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കാനായിട്ട്. മാർക്ക് ചെയ്ത ഓരോ പോയിന്റിലും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ നമ്മൾ നൂല് കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നെറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് വേറെ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ്. ഞാനിവിടെ ഒരു ബേബി പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ലൈൻസ് കാണാനില്ലേ, അതിലത്തെ ഏതെങ്കിലും ഒരു ലൈനിൻ്റെ കറക്റ്റ് നടുക്കിൽ നോക്കി നമ്മൾ ഈ നൂല് കെട്ടിട്ട് കൊടുക്കുക. 2 വട്ടം നമ്മൾ കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലെ ചെറിയ നൂല് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ചെയ്യാനുള്ളത് മുമ്പ് ചെയ്ത പോലെ തന്നെയാണ്. ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. മുമ്പ് നമ്മൾ ചെയ്തപ്പോൾ ഓരോ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് വലിച്ച് എടുത്തത്. ഇപ്പോൾ ചെയ്യുമ്പോൾ ഇതിൽ ഓരോരോ ലൈൻസിൽ നമ്മൾ മുമ്പ് ചെയ്തപ്പോൾ കിട്ടിയ ആ ലൈൻസിൽ അതിൻ്റെ കറക്റ്റ് നടുക്കിൽ വെച്ചിട്ട് വേണം നമ്മളിത് ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഓരോരോ ലൈൻസിൻ്റെയും നടുക്കിൽ വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി തൊട്ടടുത്തുള്ള ലൈനിൻ്റെ കറക്റ്റ് നടുക്കിൽ നോക്കിയിട്ട് നമ്മൾ ഈ ഒരു ത്രെഡ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. മുമ്പ് ചെയ്ത അതേപോലെ തന്നെയാണ്. ഈ രീതിയിൽ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ റൗണ്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ആ ചെറിയ ചെറിയ ലൈൻസ് കിട്ടിയിട്ടില്ലേ, അതിൻ്റെ നടുക്കിൽ ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കുക. ഈ രീതിയിൽ നമ്മൾ ഉള്ളിലേക്ക് ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഉള്ളിലെത്തും തോറും ചെറിയ ചെറിയ കള്ളികളായിട്ട് കിട്ടും. ലാസ്റ്റ് വരുന്നത് കെട്ടിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് കണക്ട് ചെയ്തിട്ടുള്ള ഓരോരോ ഭാഗത്തും അതുപോലെ തന്നെ കെട്ടിട്ട് കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാനൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഫെദറാണ്. തൂവൽ നമ്മുടെ കയ്യിലില്ല എന്ന് വെച്ചാൽ നമുക്ക് ഇതിപ്പോൾ ചെയ്തെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഫെദർ നമുക്ക് കിട്ടാനില്ല എന്ന് വെച്ചാൽ പേപ്പർ വെച്ചിട്ട് ഫെദറിൻ്റെ പോലെ കട്ട് ചെയ്തൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മുത്തുകളാണ്. ഇനി 2 ഫെദേഴ്സ് തമ്മിൽ ചേർത്ത് പിടിച്ച് ഈ ഗ്രീൻ കളർ നൂല് വെച്ചിട്ട് ഞാനിത് കെട്ടിക്കൊടുക്കുകയാണ്. 2 വട്ടം ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം ഈ നൂലിൻ്റെ മറ്റേ അറ്റത്ത് നമ്മൾ സൂചി കോർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു ബീഡ് അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി കൊടുക്കുക. ബീഡിൻ്റെ
ഉള്ളിൽ കൂടെ നമ്മുടെ ഈ ഫെദറിൻ്റെ ചെറിയ സ്റ്റിക്ക് പോലെ ഉണ്ടാവില്ലേ, അതും കൂടി കടത്തിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കാണാൻ നല്ല നീറ്റായിട്ടുണ്ടാവും. ഇനി ഈ നൂലിൻ്റെ ബാക്കിയുള്ളതുണ്ടല്ലോ അത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഒരു മുത്തുകൂടി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കോർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴെയായിട്ട് നമുക്കിത് കെട്ടിക്കൊടുക്കണം. അതിന് മുമ്പായിട്ട് നമ്മുടെ ബോട്ടിൽ ഇതൊന്ന് വച്ച് നോക്കാം. കാരണം നീളമൊക്കെ കറക്റ്റ് ആണോ, നമുക്ക് ലെങ്ത്തൊക്കെ നോക്കണ്ടേ. ബോട്ടിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നിലത്ത് മുട്ടിക്കിടക്കണ പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് അനങ്ങില്ലല്ലോ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. അപ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ. ഞാൻ നോക്കിയിട്ട് നമുക്ക് നീളം കുറവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ബീഡ്സും കൂടിയും ഇതിൽ കോർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 എണ്ണമാണ് കോർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലിത് കെട്ടിട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നെറ്റ് ഉണ്ടല്ലോ അതിൻ്റെ താഴെയായിട്ടാണ് ഞാനിത് കെട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതേ രീതിയിൽ 2 എണ്ണം കൂടി നമ്മൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഹാങ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഗ്രീൻ കളർ ത്രെഡ് എടുക്കുക. അത് ഞാനൊന്ന് മടക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ചെയ്യണത് ഈ മടങ്ങിയ ഭാഗം ഉണ്ടല്ലോ അത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് മറ്റേ ഭാഗം അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ബോട്ടിലിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കാം. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ഞാൻ ഈ ഫെദർ, താഴെയുള്ള ഫെദർ ഉണ്ടല്ലോ അത് കടത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ ഈ ഒരു റൗണ്ട് അത് മടക്കി ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തി കൊടുക്കുകയാണ് കേട്ടോ. ഉള്ളിലെത്തുമ്പോൾ ഇത് പഴയ പോലെ തന്നെ റൗണ്ടായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് റൗണ്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഉള്ളിലെത്തിയപ്പോൾ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബോട്ടിലിൻ്റെ അടപ്പുണ്ടല്ലോ അത് വെച്ചിട്ട് ഇത് അടയ്ക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഈ ഒരു ഡ്രീം ക്യാച്ചർ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട് അതിൻ്റെ ലെങ്ത് ഒന്ന് നോക്കുകയാണ് കേട്ടോ. താഴെ മുട്ടാൻ പാടില്ല. താഴെ മുട്ടാത്ത രീതിയിൽ ഹാങ് ചെയ്ത് ഇട്ട് നോക്കുക. എന്നിട്ട് ലെങ്ത് കറക്റ്റ് നോക്കിയിട്ട് നമ്മളുടെ ഈ ഗ്രീൻ കളർ ത്രെഡ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്ത് എടുക്കുക. ഇതിപ്പോൾ കറക്റ്റ് ലെങ്ത് ആക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബോട്ടിലിൻ്റെ അടപ്പിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നടുക്കിലായിട്ട്. ഇനി ഈ ത്രെഡ് ഇതിൽ ഒട്ടിച്ച് കൊടുക്കുക. ഗ്ലൂ ഗൺ നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഈ അടപ്പിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹോളിട്ട് കൊടുത്ത് ഈ ത്രെഡ് അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി മുകൾ ഭാഗത്ത് കെട്ടിട്ട് കൊടുത്താലും മതി. ഉണങ്ങിയതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം. എന്നിട്ട് ഈ അടപ്പിൻ്റെ ഭാഗത്തായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ത്രെഡ് ചുറ്റി കൊടുക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ വുളൻ ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഒരേ ലെവലിൽ ചുറ്റി കൊടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്, അൺഈവണായിട്ട് ചുറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ഐഡിയ? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായി എന്ന് വെച്ചാൽ വേഗം ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെന്ന് വെച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ ഉണ്ടാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നോട്ടിഫിക്കേഷൻ ബെല്ല് മറക്കാണ്ട് ക്ലിക്ക് ചെയ്തേക്കാം. ഞാനൊന്ന് പോവാണ്. വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.